السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. പ്രിയമുള്ള സഹോദരന്മാർ, നമ്മൾ ഇന്ന് പഠിക്കുന്ന ഒരു ഹദീസ് വലുപ്പത്തിൽ വളരെ ചെറുതാണെങ്കിലും വളരെ അർത്ഥഗാംഭീര്യമുള്ള ആശയം ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാണ്. عن أبو سعيد سهل بن سعد الساعدي رضي الله عنه قال قال رسول الله صلى الله عليه وسلم: أنا وكافر اليتيم في الجنة هكذا، وأشار بالسبابة الوسطى وفرق بينهما شيئا. رواه البخاري. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന അബൂ സഈദ് സഹൽ ബിൻ സഅദ് അസ്സാഇദി റളിയല്ലാഹു അൻഹുവിന്റെ സഹീഹായ ഹദീസാണ് ഓതി കേൾപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് നമ്മൾ പഠിപ്പിക്കുന്നത് മുഅ്മിനീങ്ങൾ അവരുടെ ജീവിതത്തിൽ വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു അമലിനെ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തത്തെ സംബന്ധിച്ചാണ് റസൂൽ ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത്. റസൂൽ പറയാണ്: അന വകാഫിലുൽ യതീമി, ഞാനും ദുനിയാവിൽ യതീമിനെ സംരക്ഷിക്കുന്നവനും ഫിൽ ജന്നതി ഹകദ, സ്വർഗ്ഗത്തിൽ ഇപ്രകാരമാണ്. എന്നിട്ട് വഅശാറ ബിയദിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു. ബിസ്സബ്ബാബതി വൽ വുസ്ത, ഈ രണ്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് റസൂൽ പറഞ്ഞു: ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗ്ഗത്തിൽ ഇപ്രകാരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഹദീസ്. ഈ ഹദീസ് നമുക്ക് കിട്ടുന്ന ചില പാഠങ്ങൾ: ദുനിയാവിൽ യതീം എന്ന് പറഞ്ഞാൽ അത് ഒരാളുടെ ജീവിതത്തിൽ മൻ ഫഖദ അബാഹു ഹത്താ യബ്ലുഗ്, ഉപ്പ മരണപ്പെട്ട ഒരു വ്യക്തിയാണ്, കുട്ടിയാണ്, പ്രായപൂർത്തിയാകുന്നത് വരെയാണ് അവർക്ക് യതീം എന്ന് പറയുക. പരിശുദ്ധ ഖുർആനിൽ ഏകദേശം 22ഓളം സ്ഥലങ്ങളിൽ യതീമിന്റെ പരാമർശം നടത്തുന്നുണ്ട്. കാരണം യതീം എന്നുള്ളത് ഈ ഉമ്മത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഈ ഉമ്മത്തിൽ ഓരോ വ്യക്തികളും ശ്രദ്ധിക്കേണ്ട, ഗൗരവത്തോടു കൂടി എടുക്കേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര വലിയ പ്രതിഫലം അതിന് പറഞ്ഞത്. ഇബ്നു ബത്താൽ റഹ്മത്തുള്ളാഹി അലൈഹി, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ തലയെടുപ്പുള്ള പണ്ഡിതൻ, അദ്ദേഹം പറഞ്ഞു: യജിബു അലാ മൻ സമിഅ ഹാദൽ ഹദീസ്, ഈ ഹദീസ് കേൾക്കുന്ന ഓരോരുത്തർക്കും നിർബന്ധമാണ് അയ്യഅമല ബിഹി, ഈ ഹദീസ് അനുസരിച്ചുകൊണ്ട് അമൽ ചെയ്യൽ, അതായത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കൽ. എന്തിനാ? ലിയകൂന ബിഹി റഫീഖൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ജന്ന, നാളെ പരലോകത്ത് സ്വർഗ്ഗത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരനാകുന്നതിന് വേണ്ടി, റസൂലിന്റെ സഹവാസം കിട്ടുന്നതിന് വേണ്ടി ഈ ഹദീസ് അനുസരിച്ചുകൊണ്ട് അമൽ ചെയ്യൽ ഈ ഹദീസ് കേൾക്കുന്ന ഓരോരുത്തർക്കും നിർബന്ധമാണ്. എന്ന് മാത്രമല്ല, വലാ മൻസിലത്തുൻ ഫിൽ ആഖിറതി അഫ്ളു മിൻ ദാലിക്, നാളെ പരലോകത്ത് റസൂലുള്ളാഹി തങ്ങളുടെ കൂട്ടുകാരനാകുക എന്നതിനേക്കാൾ വലിയൊരു സ്ഥാനം പരലോകത്ത് വേറെ കിട്ടാനില്ല എന്ന്. അത്ര ഗൗരവത്തോടു കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അമലിനെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എന്ന് മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ദഹറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിന്റെ അവകാശികൾ, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ആൾക്കാരുടെ അവർ പ്രവേശിക്കാൻ കാരണമായ ചില കാരണങ്ങൾ വിശദീകരിക്കുന്നത്. ആ കൂട്ടത്തിൽ അല്ലാഹു എടുത്തു പറഞ്ഞത് وَيُطْعِمُونَ الطَّعَامَ عَلَى حُبِّهِ مِسْكِينًا وَيَتِيمًا وَأَسِيرًا. അല്ലാഹു പറയാണ്, ആ സ്വർഗത്തിന്റെ ആൾക്കാർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണം യുത്ഇമൂന, അവർ ഭക്ഷിപ്പിക്കും, ഭക്ഷണം കൊടുക്കും, മിസ്കീനൻ അലാ ഹുബ്ബിഹി, അവർക്ക് ആ ഭക്ഷണത്തിനോട് താല്പര്യം ഉണ്ടായിരിക്കെ തന്നെ, നമുക്ക് സമ്പത്തിനോട് ഇഷ്ടമാണല്ലോ, ആ ഇഷ്ടം ഉണ്ടായിരിക്കെ തന്നെ അവര് മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുക്കും. അതേപോലെ യതീമ, യതീമിനും ഭക്ഷണം കൊടുക്കും, അതായത് യതീമിനെ സംരക്ഷിക്കുന്നവരായിരിക്കും അവർ. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അദബുൽ മുഫ്രദ് എന്ന കിതാബിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. അദ്ദേഹം പറയാൻ
كان عمر بن الخطاب رضي الله عنه عمر بن الخطاب رضي الله عنه لا يأكل طعاما إلا على خابنته يتيما. അദ്ദേഹത്തിന്റെ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണ പാത്രത്തിൽ ഒരു യതീമിനെ ഇരുത്താതെ അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നില്ല എന്ന്. അത്രയും ഈ ഹദീസ് അനുസരിച്ച് അവർ അമൽ ചെയ്തിരുന്നു എന്നർത്ഥം. അതിൽ ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന, അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ഇദാ അറദ്ത അൻ തലീന ഖൽബുക, നീ നിന്റെ മനസ്സിനെ ലോലമാക്കാൻ നീ ഉദ്ദേശിക്കുന്നു, ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, അതായത് ഹൃദയത്തെ നന്നാക്കാൻ നീ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ രണ്ട് കാര്യങ്ങൾ നീ ചെയ്താൽ മതി. ഒന്ന്, ഫഅതിഉൽ മിസ്കീൻ, മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുക്കുക. അതിലൂടെ നിന്റെ ഹൃദയം ലോലമാകും, ഹൃദയം നന്നാകും. അതേപോലെ യതീമിന്റെ തലയിൽ തലോടുക, അതും നിന്റെ മനസ്സിനെ നന്നാക്കാൻ കാരണമാകും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ള ഒരു ഉപദേശം. പ്രിയമുള്ളവർ, യതീമീങ്ങൾ അവരെപ്പോഴും സംരക്ഷിക്കപ്പെടേണ്ടവരാണ്, എപ്പോഴും നമ്മുടെ സ്നേഹത്തിന് അർഹരായിട്ടുള്ളവരാണ്. അവരെ ചേർത്ത് നിർത്തൽ നമ്മുടെ ബാധ്യതയും ഉത്തരവാദിത്വവുമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അറിയുന്ന ചെറിയ ചെറിയ സൂറത്തുകളിൽ യതീമിനെ സംരക്ഷിക്കാതെ, യതീമിനെ പരിഗണിക്കാതെ മാറ്റി നിർത്തുന്നവരെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞ ചില വാക്കുകളുണ്ട്. കല്ല ബല്ല തുക്രിമൂനൽ യതീം, അവർ നരകത്തിന്റെ അവകാശികൾ, അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് അർഹരാകുന്നവർ, അവർ ചെയ്തൊരു തെറ്റെന്നുള്ളത് വലാ തുക്രിമൂനൽ യതീം, അവർ യതീമിങ്ങളെ പരിഗണിച്ചതേയില്ല, യതീമിനെ ബഹുമാനിച്ചതേയില്ല. അതാണ് അവർ ചെയ്ത തെറ്റ്. എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ തന്നെ വീണ്ടും ആവർത്തിച്ച് പറയുന്നു. എന്തിന്റെ കൂടെ? വഅമ്മൽ യതീമ ഫലാ തഖ്ഹർ, നിങ്ങൾ യതീമിങ്ങളെ ആട്ടി അകറ്റാൻ പാടില്ല, മാറ്റി നിർത്താൻ പാടില്ല. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന് തഫ്സീർ നൽകിയിട്ട് പറയാണ്, നിങ്ങൾ യതീമിനെ ചേർത്ത് നിർത്തണം, വാത്സല്യത്തോടെ, കൃപയോടെ, കാരുണ്യത്തോടെ നിങ്ങൾ അവരോട് പെരുമാറണം. നിങ്ങളുടെ മക്കളോട് പെരുമാറുന്നത് പോലെ, നിങ്ങളുടെ മക്കൾ നിങ്ങൾ കൊഞ്ചിക്കുന്നത് പോലെ, നിങ്ങളുടെ മക്കൾ നിങ്ങൾ കളിപ്പിക്കുന്നത് പോലെ യതീമിനെയും നിങ്ങളുടെ മക്കളായി കണ്ട് നിങ്ങൾ സംരക്ഷിക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്യണം. അത് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ യതീമിനെ സംരക്ഷിക്കാതെ അകറ്റി നിർത്തുന്ന, മാറ്റി നിർത്തുന്നവരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ ആഖിറത്തിനെ നിഷേധിക്കുന്നവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചേർത്ത് പറഞ്ഞത് അല്ലെ, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കുന്നവരെ നീ കണ്ടിട്ടില്ലേ? എന്താ അവരുടെ പ്രത്യേകത? ഫദാലികല്ലദീ യദുഉൽ യതീം, അവരാണ് യതീമിങ്ങളെ മാറ്റി നിർത്തുന്നവർ, അകറ്റി നിർത്തുന്നവർ, യതീമിനെ പരിഗണിക്കാതെ, സ്നേഹിക്കാതെ, ആ യതീമിനെ ചേർത്ത് നിർത്താതെ അകറ്റി നിർത്തുന്നവരാണ് അവർ. ആര്? ആ പരലോകത്ത് നിഷേധിക്കുന്നവർ. അതിന്റെ കൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ചേർത്ത് പറഞ്ഞത്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, യതീം എന്നുള്ളത് ഈ സമൂഹത്തിലെ, ഈ ഉമ്മത്തിലെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സബഉൽ മുഖബ്ബിഖാത്തിനെ സംബന്ധിച്ച് പറഞ്ഞു, അതായത് മനുഷ്യനെ നശിപ്പിച്ച് കളയുന്ന 7 വലിയ വൻ പാപങ്ങൾ, ശിർക്ക് കൊണ്ട് തുടങ്ങുന്ന വൻ പാപങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസ് സൂചിപ്പിച്ചു. അതിലൊന്ന് റസൂൽ എടുത്തു പറഞ്ഞ എന്താ അറിയോ? വഅക്ലു മാലിൽ യതീം, യതീമിന്റെ സമ്പത്ത് ഭക്ഷിക്കുന്നവർ, യതീമിന്റെ സമ്പത്ത് ഭക്ഷിക്കുന്നവർ, അവര് ഈ ജീവിതത്തെ നശിപ്പിച്ചു കളയുന്ന വൻ പാപമാണ് അവർ ചെയ്തത്. അല്ലെ, പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വആതുൽ യതാമ അംവാലഹും വലാ തതബദ്ദലുൽ ഖബീസ ബിത്വയ്യിബ് വലാ തഅകുലു അംവാലഹും ഇലാ അംവാലിക്കും ഇന്നഹു കാന ഹൂബൻ കബീറ. യതീമിന്റെ സമ്പത്ത് നിങ്ങൾ സുരക്ഷിതമായ അവസ്ഥയിൽ ഉപയോഗിക്കണം, അത് സംരക്ഷിക്കണം. അത് നിങ്ങൾ അന്യായമായി ഭക്ഷിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫകാന ഹൂബൻ കബീറ, അത് വലിയ പാതകമാണ് അള്ളാഹുവിന്റെ അടുക്കൽ, അള്ളാഹു മാപ്പാക്കുന്ന കാര്യമല്ല. അത് മാത്രമല്ല, നന്മയെ സംബന്ധിച്ച് അള്ളാഹു പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്, നന്മ എന്നുള്ളത് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും മുഖം തിരിക്കുക എന്നുള്ളതല്ല. വലാകിന്നൽ ബിർറ, പക്ഷെ നന്മ എന്നുള്ളത് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീൻ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും കിതാബിലും മുർസലീങ്ങളിലും നബിമാരിലും വിശ്വസിക്കലാണ്. അതേപോലെ യതീമിന് അവരുടെ സമ്പത്ത് നൽകലുമാണ്, ചെലവിന് നൽകലുമാണ്, അവരെ സംരക്ഷിക്കലും നന്മയിൽപ്പെട്ടതാണ്, അള്ളാഹു എടുത്തു പറഞ്ഞ കാര്യം. അതേപോലെ ബനൂ ഇസ്രായേലിനോട് അള്ളാഹു ഏറ്റെടുത്ത കരാർ, ആ കരാറിൽ അള്ളാഹു തൗഹീദിന്റെ കൂടെയാണ് യതീമിനെ സംരക്ഷിക്കുന്നത് എടുത്തു പറഞ്ഞത്. അല്ലെ,
വഇദ് അഖദ്ന മീസാഖ ബനീ ഇസ്രായീൽ, ബനൂ ഇസ്രായേലിനോട് നാം ഇതാ കരാർ സ്വീകരിച്ച സന്ദർഭം. എന്താ കരാറ്? ലാ തഅബുദൂന ഇല്ലല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ അല്ലാതെ ആരാധിക്കാൻ പറ്റൂല. അതിന്റെ കൂടെ അല്ലാഹു ചേർത്ത് പറഞ്ഞത് വആതൽ യതീമ, നിങ്ങൾ യതീമിന് അവരുടെ സമ്പത്തും അവരുടെ അവകാശങ്ങളും വകവെച്ചു കൊടുക്കുക എന്ന്. നിങ്ങൾ പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനിൽ ഇത്ര ഗൗരവത്തോടു കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ കാണിച്ചു തരികയും ചെയ്ത ഒരു അമലാണ്, ഒരു ഉത്തരവാദിത്തമാണ് യതീമിനെ സംരക്ഷിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ യതീമിനെ സംരക്ഷിച്ചതും അത് സംരക്ഷിക്കാൻ അർഹനായിട്ടുള്ളതും ഒരുപാട് യതീമിനെ സംരക്ഷിക്കുന്ന സംരംഭങ്ങൾ തുടങ്ങിയതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. കാരണം റസൂൽ അതിന് അർഹനും കൂടിയാണ്. ജനിക്കുന്നതിന് മുമ്പേ ബാപ്പ നഷ്ടപ്പെട്ടു, ജനിച്ച് 6-ാമത്തെ വയസ്സിൽ ഉമ്മ നഷ്ടപ്പെട്ടു, 8-ാമത്തെ വയസ്സിൽ ഉപ്പ നഷ്ടപ്പെട്ടു. ഒന്നുമില്ലാതെ തീർത്തും അനാഥനായി അനാഥത്വത്തിന്റെ എല്ലാ കയ്പുനീരും പ്രയാസങ്ങളും കുടിച്ചിറക്കി ജീവിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് അനാഥരെ സംരക്ഷിക്കാൻ നമുക്ക് മാർഗനിർദ്ദേശം നൽകേണ്ടവൻ. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ റമളാനിൽ ആ യതീമികളെ സംരക്ഷിക്കാൻ നമ്മുടെ സമ്പത്തിൽ നിന്നും ഓരോഹരി നമ്മൾ കണ്ടെത്തുക, മാറ്റിവെക്കുക. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ബാധ്യതയാണ് എന്ന തിരിച്ചറിവോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും അമൽ ചെയ്യാനും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇൽമിലും അമലിലും സമയത്തിലും ആരോഗ്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഹദാ വല്ലാഹു അലം വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.